നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കേരളത്തിലെ ഐതിഹ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് വില്വമംഗലം സ്വാമിയാർ. അദ്ദേഹത്തിൻ്റെ കഥകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. കസ്തൂരി തിലകം ലലാട ഫലകെ എന്നാരംഭിക്കുന്ന ഭക്തിഗാനം ഏറെ പ്രസിദ്ധമാണ്. ഈ ഗാനം ചിലമ്പൊലി, കൃഷ്ണകുചേല, രാധാമാധവം എന്നിങ്ങനെ പല സിനിമകളിലും ആലപിച്ചിട്ടുണ്ട്. ഈ ഗാനം എഴുതിയത് വില്വമംഗലം സ്വാമിയാരാണ്. കേരള സംസ്കൃത സാഹിത്യ നഭസിലെ പ്രധാനിയായിരുന്നു വില്വമംഗലം സ്വാമിയാർ. കൃഷ്ണൻ്റെ ലീലകൾ ശുഗമഹർഷിയെപ്പോലെ വിശദമായി പറഞ്ഞതിനാലാവണം ലീലാശുഗൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഈശ്വരന്മാരെ സ്വന്തം കണ്ണുകൊണ്ട് നേരിട്ട് കാണുവാൻ കഴിവുള്ള ദിവ്യനായ ഒരു വ്യക്തിത്വമായിട്ടാണ് വില്വമംഗലത്തു സ്വാമിയാരെ ഐതിഹ്യങ്ങളിൽ അവതരിപ്പിക്കുന്നത്. ഐതിഹ്യമാലയിൽ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെയും ഐതിഹ്യങ്ങൾ വില്വമംഗലം സ്വാമിയാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജനന കാര്യങ്ങളെ നോക്കാം. വില്വമംഗലം കേരളത്തിലെ ഒരു നമ്പൂതിരി കുടുംബത്തിലാണ് ജനിച്ചത്. സ്വാമിയാർ എവിടെയാണ് ജനിച്ചതെന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട്. കുറ്റിപ്പുറത്തിനടുത്ത് തവനൂറാണ് ജന്മസ്ഥലമെന്ന് പറയപ്പെടുന്നു. തവനൂരിലെ വെള്ള ഇല്ലം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇല്ലമെന്നും ഭാരതപ്പുഴയുടെ തെക്കുള്ള വാസുദേവപുരം എന്ന സ്ഥലത്ത് സ്വാമിയാരുടെ അമ്മ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്ന ക്ഷേത്രത്തിൽ ഇന്നും സ്വാമിയാരുടെ ശ്രാദ്ധം വർഷത്തിലൊരിക്കൽ യോഗീശ്വര പൂജയോടുകൂടി നടത്താറുണ്ടെന്നും പറയുന്നു. ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യർ പറയുന്നത് കോദണ്ഡമംഗലം എന്ന സംസ്കൃത നാമം മലയാളീകരിച്ചാണ് വില്വമംഗലം എന്നാക്കിയതായിരിക്കുമെന്നും പറയുകയാണ്. വെള്ള ഇല്ലം അതിൽ നിന്നും ഉണ്ടായതാണെന്നും പറയുന്നുണ്ട്. മറ്റു ചില സ്ഥലങ്ങളും അദ്ദേഹത്തിൻ്റെ ജന്മനാടായി പറയപ്പെടുന്നുണ്ട്. പന്നിയൂർ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നുണ്ട്. കണ്ണൂർ വലയമ്പാടി എന്ന സ്ഥലവും വില്വമംഗലത്തിൻ്റെ ജന്മദേശമായിട്ട് അവകാശപ്പെടുന്നുണ്ട്. കേരളത്തിലാണ് ജനിച്ചതെങ്കിലും ഭാരതം മുഴുവൻ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. അതുകൊണ്ടാവണം സ്വാമിയാരുടെ ജനനം ബംഗാളിലാണെന്ന് ബംഗാളികളും ഒറീസയിലാണെന്ന് ഒറീസക്കാരും ഒക്കെ കരുതുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നും അതല്ല 14-ാം നൂറ്റാണ്ടിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നും രണ്ടഭിപ്രായങ്ങളുണ്ട്. ആദിശങ്കരാചാര്യരുടെ ശിഷ്യനായിരുന്ന സുരേശാചാര്യനായിരുന്നു വില്വമംഗലത്തിൻ്റെ ഗുരു എന്നും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം സ്വാമിയാരായ കഥ നോക്കാം. വില്വമംഗലം ജാതിയിൽ നമ്പൂതിരിയായിരുന്നുവെങ്കിലും ഒരു അമ്പലവാസി സ്ത്രീയുമായി അടുപ്പം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അവരെ അദ്ദേഹത്തിന് വളരെ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അദമ്യമായ ആഗ്രഹം നിമിത്തം ഒരിക്കൽ രാത്രിയിൽ അവരുടെ വീട്ടിൽ പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. അന്നത്തെ കാലത്ത് തെരുവുവിളക്കുകളോ ടോർച്ചോ ഒന്നും ഇല്ലാതിരുന്ന അതുകൊണ്ട് തെങ്ങോലയോ പനയോലയോ കെട്ടി ചൂട്ട് കത്തിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രാത്രി യാത്ര. യാത്രക്കിടയിൽ മഴ പെയ്തപ്പോൾ ചൂട്ട് കെട്ടുപോയി. പുഴ കടന്നു വേണം ആ സ്ത്രീയുടെ വീട്ടിലെത്തുവാൻ. കൂരിരുട്ടിൽ പുഴയിൽ തടി പോലെ കിടന്നിരുന്ന ഒരു വസ്തുവിൽ കയറി തുഴഞ്ഞ് അക്കരെത്തി. മരത്തിൽ കെട്ടിയ കയറ് പോലെ തൂങ്ങിക്കിടന്നിരുന്ന എന്തോ ഒന്നിൽ പിടിച്ച് പുഴയിൽ നിന്നും അയാൾ കരയിൽ കയറി. ഇടയ്ക്കുണ്ടാകുന്ന ഇടിമിന്നലിൻ്റെ അരണ്ട വെളിച്ചത്തിൽ തപ്പിത്തടഞ്ഞ് അവളുടെ വീട്ടിലെത്തി. ആ സമയത്ത് പ്രതികൂല കാലാവസ്ഥയിൽ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ആ സ്ത്രീയുടെ ചോദ്യത്തിന് വില്വമംഗലം തടിയുടെയും കയറിൻ്റെയും ഒക്കെ കഥകൾ പറഞ്ഞു. അവൾ അതിൻ്റെ അടയാളങ്ങൾ അന്വേഷിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്നോടുള്ള പ്രേമം കൊണ്ട് ഈ രാത്രി വെളിച്ചമില്ലാതെ മഴ നനഞ്ഞ് ഇടിമിന്നലിലും എൻ്റെ ഇടയിൽ അങ്ങ് വന്നു. ഈ യാത്രയിൽ അങ്ങ് തടിയാണെന്ന് വിചാരിച്ച് കയറി ഇരുന്ന് തുഴഞ്ഞത് ഒരു ശവശരീരമായിരുന്നു. കയറാണെന്ന് വിചാരിച്ച് പിടിച്ചു കയറിയത് പാമ്പായിരുന്നു. ഇതിൻ്റെ പകുതി ശ്രദ്ധയും താല്പര്യവും തീക്ഷ്ണതയും ഈശ്വരന് വേണ്ടി നൽകിയിരുന്നെങ്കിൽ അങ്ങ് എന്നെ പരമപദം പുകിയേനെ എന്ന്. അവരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇടിമിന്നലുണ്ടായത് വില്വമംഗലത്തിൻ്റെ ഉള്ളിലാണ്. അത് അയാളിൽ വലിയ മാറ്റമുണ്ടാക്കി. സാത്വികനായി അദ്ദേഹം മാറി. ഒരു സ്വാമിയാർ അവിടെ ജനിക്കുകയായിരുന്നു. ഈ സംഭവത്തിന് ശേഷമാണത്രേ അദ്ദേഹം വില്വമംഗലം സ്വാമിയാർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഈ രാത്രി കഴിഞ്ഞ് സ്വാമിയാർ തനിക്ക് വെളിച്ചം നൽകിയ
ആ സ്ത്രീയെ മാതാവിന് സമയായിട്ട് കാണുന്നുവെന്നും ഗുരുവായി ബഹുമാനിക്കുകയാണ് എന്നും അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കാം. വില്ലുമംഗലം സ്വാമിയാരുടേതായി അറിയപ്പെടുന്ന 22 കൃതികളാണുള്ളത്. ലീലാശുകൻ എന്ന നാമത്തിൽ അദ്ദേഹം എഴുതിയ ശ്രീകൃഷ്ണ കർണാമൃതമാണ് അദ്ദേഹം ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. കൂറൂരമ്മയും വില്ലുമംഗലവും തമ്മിലുള്ള ബന്ധത്തെ നോക്കാം. വില്ലുമംഗലം സ്വാമിയാരുടെ ഒരു ബന്ധുവാണ് കൃഷ്ണഭക്തിയായ കൂറൂരമ്മ. കൂറൂരമ്മയുടെ നിർമ്മലയായ ഭക്തിയിൽ ഭഗവാൻ കൃഷ്ണന് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അത് പലപ്പോഴും വില്ലുമംഗലത്തിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴും തൻ്റെ ആരാധനയ്ക്ക് ശേഷം വില്ലുമംഗലം സ്വാമിക്ക് കൃഷ്ണദർശനം ഉണ്ടാകാറുണ്ട്. ഒരു ദിവസം വില്ലുമംഗലത്തിൻ്റെ പൂജയ്ക്ക് ശേഷം കൃഷ്ണ ഭഗവാന്റെ ദർശനം വളരെ വൈകിയാണ് കിട്ടിയത്. ആ കിട്ടിയതോ ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിൽ. ദേഹത്ത് മുഴുവനും മണ്ണും ചെളിയുമായിരുന്നു. എന്തു സംഭവിച്ചു എന്ന വില്ലുമംഗലത്തിൻ്റെ ചോദ്യത്തിന് ഭഗവാന്റെ ഉത്തരം വികൃതി കാണിച്ചതിന് കൂറൂരമ്മ തന്നെ ഒരു പഴയ ഭരണിയിലിട്ട് അടച്ചു വെച്ചു എന്നായിരുന്നു. കുട്ടികൾ ഇല്ലാത്ത കൂറൂരമ്മയുടെ കൂടെ കൃഷ്ണഭഗവാൻ ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്ന് സ്വന്തം മകനെ പോലെ ഇടപഴകുമായിരുന്നു. സ്വന്തം മകൻ അമ്മയ്ക്ക് സഹായിക്കുന്നത് പോലെ വീട്ടിലെ പല കാര്യങ്ങളിലും കൂറൂരമ്മയെ കൃഷ്ണഭഗവാൻ സഹായിച്ചിരുന്നു. ഒരു ദിവസം കൂറൂരമ്മ വില്ലുമംഗലം സ്വാമിയെ വിരുന്നിനായിട്ട് ക്ഷണിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹായത്തോടുകൂടി നല്ലൊരു വിരുന്ന് കൂറൂരമ്മ തയ്യാറാക്കി. കൂറൂരമ്മ ആഹാരം കഴിക്കാതെ വില്ലുമംഗലത്തിനെ പ്രതീക്ഷിച്ച് കാത്തിരുന്നു. വിരുന്നിന് വരാമെന്ന് വില്ലുമംഗലം പറഞ്ഞിരുന്നെങ്കിലും അത് മറന്ന് അദ്ദേഹം കൃഷ്ണാരാധനയിൽ മുഴുകിപ്പോയി. ആരാധനയ്ക്ക് ശേഷം പതിവ് പോലെ തന്നെ ഈ കൃഷ്ണഭഗവാന്റെ ദർശനം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടായുമില്ല. സ്വാമി ഇതെന്തു പറ്റിയെന്ന് ആലോചിച്ച് നടക്കുന്നതിനിടയിൽ തലേ ദിവസം സ്വാമി കൂറൂരമ്മയുടെ വിരുന്നിന് പോകാത്തത് കാരണം കൂറൂരമ്മ അത്യധികം ദുഃഖിതയാണ് എന്നാരോ കാതിൽ പറയുന്നത് പോലെ തോന്നി. ഉടനെ തന്നെ സ്വാമി അതിനെക്കുറിച്ച് ഓർക്കുകയും തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കി അപ്പോൾ തന്നെ കൂറൂരമ്മയുടെ വീട്ടിൽ പോയി കൂറൂരമ്മയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ടുള്ള ഐതിഹ്യം നോക്കാം. മതിലകം രേഖകളിൽ പരാമർശിക്കുന്ന ഐതിഹ്യപ്രകാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തുളു സന്യാസിയായ ദിവാകര മുനിയാൽ കലിയുഗാരംഭത്തിൽ പ്രതിഷ്ഠിതമായതാണ്. ദിവാകര മുനി വിഷ്ണുപദം പ്രാപിക്കാനായി കഠിന തപസ്സനുഷ്ഠിക്കുകയും തപസ്സിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു ബാലരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഒരിക്കൽ ഏതോ കാര്യത്തിന് രോക്ഷാകുലനായ മുനി ഇടതു കൈകൊണ്ട് ഈ ബാലനെ തള്ളിമാറ്റി. കുണ്ഠിതപ്പെട്ട ബാലൻ ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻ കാട്ടിൽ വരണം എന്ന് ഉരുവിട്ട് അപ്രത്യക്ഷനായി എന്നാണ് ഐതിഹ്യം. ദിവാകരമുനിയല്ല വില്ലുമംഗലമായിരുന്നു അനന്തൻ കാട്ടിൽ വന്നതെന്നും ദർശനം അദ്ദേഹത്തിനാണ് ലഭിച്ചതെന്നുള്ള മറ്റൊരു ഐതിഹ്യം കൂടി പ്രചാരത്തിലുണ്ട്. ഒരിക്കൽ ഗുരുവായൂരപ്പന് വില്ലുമംഗലം സ്വാമിയാർ ശംഖാഭിഷേകം നടത്തുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ വന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. ദേഷ്യം വന്ന വില്ലുമംഗലം ഇതിനെതിരെ പറഞ്ഞപ്പോൾ ഭഗവാൻ അനന്തൻകാട്ടിലേക്ക് പോയി എന്ന് പറയുണ്ടായി. അനന്തൻകാട് എവിടെയാണെന്നറിയാത്ത വില്ലുമംഗലം അവിടം തപ്പി നടന്നു എന്നാണ് കഥ. ചേർത്തല ക്ഷേത്രത്തിൻ്റെ കഥ നോക്കാം. തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വില്ലുമംഗലം സ്വാമിയാർ ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ അല്പസമയം ചേർത്തലയിൽ വിശ്രമിച്ചു. ഒരു മരച്ചുവട്ടിലായിരുന്നു അദ്ദേഹം വിശ്രമിച്ചത്. അരണ്യങ്ങൾ നീന്തുന്ന നിരവധി കുളങ്ങൾ അദ്ദേഹം കാണാനിടയായി. ഇതിനിടയിൽ ദിവ്യത്വമുള്ള ഒരു കന്യകയെ അദ്ദേഹം കാണാനിടയായി. അത് നവദുർഗമാരിൽ ഒരാളായ കാർത്യായനി ദേവി തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിലുറപ്പിച്ചു. അദ്ദേഹം ഉടൻ തന്നെ ഭഗവതിയെ സമീപിച്ചപ്പോൾ ആ മഹാദേവി കുളത്തിലേക്ക് എടുത്തു ചാടി. ഇങ്ങനെ 6 ദിവസവും വില്ലുമംഗലം സ്വാമിയാരെ കണ്ടപ്പോൾ അവർ 6 കുളങ്ങളിലായി ചാടി ഒളിച്ചു. അങ്ങനെ 7ാമത്തെ ദിവസം വന്നു. 7ാമത്തെ കുളത്തിലേക്കും ഭഗവതി ചാടി. എന്നാൽ കുളത്തിൽ നിറയെ ചേറായിരുന്നു. ചേറിലേക്ക് താഴുന്നതിന് മുൻപേ വില്ലുമംഗലം പരാശക്തിയുടെ മുടിയിൽ പിടിച്ചുയർത്തി. ചേറിലായ തല എന്ന അർത്ഥത്തിലാണ് ചേർത്തല എന്ന പേരുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അസഭ്യം പറഞ്ഞാണ് അത്രേ വില്ലുമംഗലം സ്വാമിയാർ കാർത്യായനി ദേവിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്സവകാലത്ത് ചേർത്തലയിൽ പൂരപ്പാട്ട് പാടുന്നത്. ചേർത്തല ഭഗവതിയെ ബലമായി പിടിച്ചിരുത്തിയ
വില്ലുമംഗലത്ത് സ്വാമിയാരുടെ പുലയാട്ടായാണ് ചേർത്തല പൂരപ്പാട്ടുണ്ടായത്. തിരുവാർപ്പ് ക്ഷേത്രവുമായിട്ടുള്ള കാര്യങ്ങളെ നോക്കാം. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ ആയിരുന്നത്രേ തിരുവാർപ്പ് ക്ഷേത്രത്തിലെ ആദ്യത്തെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്നത്. തീപിടുത്തമോ മറ്റെന്തോ കാരണം മൂലം ഈ വിഗ്രഹം വാർപ്പിൽ കയറ്റി വേമ്പനാട്ട് കായലിൽ ഒഴുക്കിവിട്ടു. ഈ വിഗ്രഹം അതുവഴി വന്ന വില്ലുമംഗലം സ്വാമിയാർ കാണുകയും കുന്നമ്പള്ളിക്കരയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തെന്ന് വിശ്വസിക്കപ്പെടും. ഇങ്ങനെ തിരുവാർപ്പ് എന്നീ രണ്ട് നാമങ്ങൾ ചേർന്നാണ് ഈ സ്ഥലനാമം ഉണ്ടായത് എന്നാണ് ഐതിഹ്യം. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഈ വില്ലുമംഗലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. ഒരിക്കൽ വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ വില്ലുമംഗലത്ത് സ്വാമിയാർ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് ചെന്ന സമയം ഭഗവാനെ ശ്രീകോവിലിനകത്ത് കാണാനില്ലായിരുന്നു. ഭഗവാനെ കാണാതെ വന്ദിക്കുന്നത് എങ്ങനെയെന്ന് വിചാരിച്ച് സ്വാമിയാർ ഉടനെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി പ്രദക്ഷിണത്തിനായി ചെന്നു. ഭഗവാൻ തെക്കേ മതിലിൽ കയറി തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. ഉടനെ സ്വാമിയാർ അവിടെ ചെന്ന് വന്നിച്ചിട്ട് ഇതെന്താണ് ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ നമ്മുടെ പ്രിയതമയായ കുമാരനല്ലൂർ കാർത്തിയായനി കുളിയും കഴിഞ്ഞ് ആർഭാടമായ എഴുന്നള്ളപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് എന്നറിയിച്ചു. അന്നു മുതൽ ആണ്ടുതോറും വൃശ്ചിക മാസത്തിലെ കാർത്തിക നാൾ തൃശ്ശൂർ വടക്കുംനാഥന് രാവിലെ ഒരു പൂജ തെക്കേ മതിലിൽ വെച്ച് പതിവായി. ആണ്ടുതോറും ഭഗവാൻ കാർത്തിക നാൾ കുമാരനല്ലൂർ ഭഗവതിയുടെ എഴുന്നള്ളത്ത് കാണുന്നതിനായിട്ട് ആ മതിലിന്മേൽ എഴുന്നള്ളിയിരിക്കുമെന്നാണ് സങ്കല്പം. ആറാട്ടുപുഴയുമായിട്ട് ബന്ധപ്പെട്ട വില്ലുമംഗലത്തിൻ്റെ കാര്യങ്ങളെ നോക്കാം. വില്ലുമംഗലം സ്വാമിയാർ ഒരു സന്ധ്യയിൽ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിന് ചെന്നു. ക്ഷേത്രനട അടഞ്ഞു കിടക്കുന്നത് കണ്ട സ്വാമിയാർ കാരണം തിരക്കിയപ്പോൾ വടക്കുംനാഥൻ പ്രത്യക്ഷനായി, ഇന്ന് ആറാട്ടുപുഴ പൂരമാണ്, എനിക്ക് ആഘോഷം കാണാൻ പോകേണ്ടതുണ്ട്, നമുക്ക് ആറാട്ടുപുഴയിൽ സംഗമിക്കാം എന്നരുളി ചെയ്തു. സാക്ഷാൽ മഹാദേവൻ പോലും സാക്ഷിയാകുന്ന പൂരം കാണാൻ സ്വാമിയാർ ആറാട്ടുപുഴയിലെത്തി. പൂരപ്പാടത്തെത്തിയ സ്വാമിയാർ ഇന്ന് കാണുന്ന വില്ലുന്നിത്തറയുടെ സമീപം ഇരിപ്പുറപ്പിച്ചു. വില്ലുമംഗലത്തിന് പൂരക്കാഴ്ചകളിൽ പുതുമയൊന്നും തോന്നിയില്ലെങ്കിലും തൻ്റെ ദിവ്യനേത്രങ്ങൾ കൊണ്ട് കൂട്ടിയെഴുന്നള്ളിപ്പിൽ വൈകുണ്ഠത്തിലെ മഹാവിഷ്ണുവിനെയാണ് സ്വാമിയാർ ദർശിച്ചത്. വില്ലുമംഗലം ഈ വൈകുണ്ഠ ദർശനം കണ്ട് ആനന്ദത്തിൻ്റെ ആധിക്യം കൊണ്ട് ഇരുന്ന ഇരിപ്പിൽ രണ്ട് കൈകൊണ്ടും മണ്ണുവാരി ശിരസിലിട്ടു. ആറാട്ടുപുഴ വളരെ പരിപാവനമായ ഭൂമിയാണെന്നും കൂട്ടിയെഴുന്നള്ളിപ്പ് സമയത്ത് ശ്രീ ഭൂമിദേവി സമേതനായ തൃപ്രയാർ ദേവരെ വലയം വെച്ച് കുമ്പിട്ട് കൈകൂപ്പുന്നത് മോക്ഷദായകമാണെന്നും പ്രവചിച്ചു. വൈക്കം ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നോക്കാം. ഒരു അഷ്ടമി നാളിൽ വില്ലുമംഗലത്ത് സ്വാമിയാർ വൈക്കത്ത് ക്ഷേത്രത്തിലെ ദർശനത്തിനായി ചെന്ന സമയം അമ്പലത്തിനകത്ത് നിറച്ച് ബ്രാഹ്മണർ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും അതൊന്നും പരിഗണിക്കാതെ വില്ലുമംഗലം സ്വാമിയാർ അകത്ത് കടന്ന് നടയിൽ ചെന്നപ്പോൾ ഭഗവാനെ ശ്രീകോവിലിനകത്ത് കാണാനില്ലായിരുന്നു. ഇതെന്താണ് ഇങ്ങനെ വരാൻ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വാമി അമ്പല പരിസരത്തെല്ലാം സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭഗവാൻ ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷമായിട്ട് വടക്കേ ചുറ്റമ്പലത്തിൽ ഒരു തൂണിൻ്റെ ചുവട്ടിലിരുന്ന് സദ്യ ഉണ്ണുന്നതായിട്ട് കണ്ടു. ഭഗവാൻ വേഷപ്രച്ഛന്നനായിരുന്നുവെങ്കിലും സ്വാമി ദിവ്യനായിരുന്നതുകൊണ്ട് കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. ഉടനെ സ്വാമി അവിടെ ചെന്ന് ഭഗവാനെ വന്ദിക്കുകയും വിവരം ജനങ്ങളെ ധരിപ്പിക്കുകയും ചെയ്തു. അന്നു മുതൽ വൈക്കത്ത് ക്ഷേത്രത്തിൽ സദ്യയുള്ള ദിവസങ്ങളിലെല്ലാം ആ തൂണിൻ്റെ അടുക്കൽ ഭഗവാനെന്ന് സങ്കല്പിച്ച് ഒരില വെച്ച് സകല വിഭവങ്ങളും വിളമ്പുക പതിവായി. വൈക്കത്തഷ്ടമിക്ക് വടക്കേ ചുറ്റിലിരുന്ന് ഊണ് കഴിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഒരു വിശ്വാസം ജനങ്ങൾക്കിടയിൽ അതോടെ ഉണ്ടാവുകയും ചെയ്തു. അമ്പലപ്പുഴ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട വില്ലുമംഗലത്തിൻ്റെ ഐതിഹ്യങ്ങളെ നോക്കാം. വില്ലുമംഗലത്ത് സ്വാമി ദർശനത്തിനായി ഒരു ഉത്സവകാലത്ത് അമ്പലപ്പുഴയിലെത്തി. സ്വാമി അമ്പലത്തിൽ ചെന്നപ്പോൾ ഭഗവാൻ ശ്രീകോവിലിനകത്തില്ലായിരുന്നു. സ്വാമി പ്രദക്ഷിണത്തിനായി ചെന്നപ്പോൾ ഭഗവാൻ ഒരു പട്ടരുടെ വേഷമായിട്ട് നാടകശാലയിൽ മാരാരുടെ സദ്യയ്ക്ക് വിളമ്പിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് കണ്ടു. ഉടനെ സ്വാമിയാർ അവിടെ ചെന്ന് വന്നിച്ചിട്ട്, ഇവിടെ വയ്ക്കാനും വിളമ്പാനും ഒക്കെ ധാരാളം ആളുകളുണ്ടല്ലോ, പിന്നെ അവിടുന്ന് കൂടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇവർ നമ്മുടെ ഉത്സവം ഭംഗിയാക്കാൻ അധ്വാനിക്കുന്നവരാണ്, ഇവർക്ക് തൃപ്തിയാകുവോളം
ഭക്ഷണം കൊടുക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആണ്ടുതോറും ഇവരുടെ സദ്യയ്ക്ക് വിളമ്പാൻ നാം കൂടെ വരിക പതിവുണ്ട് എന്നരുളി ചെയ്തു. അന്നു മുതൽ അമ്പലപ്പുഴ ഉത്സവത്തിൽ നാടകശാലയിൽ മാരാന്മാരുടെ സദ്യയ്ക്ക് വലിയ പ്രാധാന്യം ലഭിച്ചു. മാരാന്മാരുടെ സദ്യ സമയത്ത് ഭഗവാൻ അവിടെ എഴുന്നള്ളുന്നുണ്ട് എന്ന് വിശ്വസിച്ച് വരാൻ തുടങ്ങി. ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. ഗുരുവായൂരപ്പനോട് അചഞ്ചലമായ ഭക്തിയുണ്ടായിരുന്നു കോഴിക്കോട് മാനവേദ സാമൂതിരി രാജയ്ക്ക്. ഗുരുവായൂരപ്പനെ നേരിൽ ദർശിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന മാനവേദൻ സാമൂതിരി വില്യമംഗലം സ്വാമിയാരോട് തൻ്റെ തീവ്ര ആഗ്രഹത്തെപ്പറ്റി പറഞ്ഞു. ഭഗവാനോട് അനുവാദം ചോദിച്ചിട്ട് മറുപടി പറയാമെന്നായി സ്വാമിയാർ പറഞ്ഞത്. മാനവേദന് ദർശനം നൽകാൻ അനുവദിച്ച ഗുരുവായൂരപ്പൻ ഇന്നത്തെ കൂത്തമ്പലത്തിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന ഇലഞ്ഞിമരത്തിൻ്റെ അവിടെ ചെന്നാൽ തന്നെ കാണാമെന്നും സ്വാമിയാരോട് അരുളിച്ചു. അപ്രകാരം വില്യമംഗലം സ്വാമിയാർ ഭഗവാൻ തന്നോട് ഉണർത്തിച്ച കാര്യങ്ങൾ മാനവേദനെ അറിയിക്കുകയും അദ്ദേഹം ആ നിമിഷം തന്നെ ഇലഞ്ഞിമരത്തിൻ്റെ അടുത്ത് കൂടെ പോവുകയും ചെയ്തു. ഉണ്ണിക്കണ്ണനെ നേരിൽ കണ്ട രാജാവ് അത്യധികം സന്തോഷത്തോടുകൂടി ആലിംഗനം ചെയ്യാൻ ചെന്നപ്പോൾ കണ്ണൻ ഓടിമറഞ്ഞു. കൂട്ടത്തിൽ ഒരു അശരീരി കേട്ടു, വില്യമംഗലം ദർശനം മാത്രമേ പറഞ്ഞുള്ളൂ, തൊടാൻ പറഞ്ഞിട്ടില്ല എന്ന്. ഈ സമയം അവിടെ ഭഗവാന്റെ തിരുമുടിയിൽ നിന്നും വീണ ഒരു മയിൽപ്പീലി മാനവേദൻ എടുത്ത് കൂട്ടത്തിൽ ഇലഞ്ഞിമരത്തിൻ്റെ ശിഖരത്തിൽ നിന്നെടുത്ത കമ്പുകൊണ്ട് നേരത്തെ അദ്ദേഹം കണ്ടതുപോലെ ഒരു ബാലഗോപാല വിഗ്രഹം ഉണ്ടാക്കി പൂജിച്ചു. ആ വിഗ്രഹത്തെ ആരാധിച്ചും പൂജിച്ചും എഴുതിയ ഉത്തമ കാവ്യമാണ് കൃഷ്ണഗീതി എന്നാണ് പറയുന്നത്. സാമൂതിരി രാജാവിന് ലഭിച്ച മയിൽപ്പീലിയാണ് പ്രതീകാത്മകമായി കൃഷ്ണനാട്ടത്തിൻ്റെ കിരീടത്തിൽ നൽകിയിരിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. മീങ്കുളം ക്ഷേത്രവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. വില്യമംഗലം സ്വാമിയാർ ഒരു സന്ധ്യാസമയത്ത് അന്ന് ഉദയഗിരി എന്നറിയപ്പെട്ടിരുന്നതും ശിവസാന്നിധ്യമുണ്ടായിരുന്നതുമായ ഇന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നതുമായ സ്ഥലത്ത് എത്തിച്ചേർന്നു അത്രേ. സന്ധ്യാവന്ദനത്തിന് ആവശ്യമായ വെള്ളം എങ്ങും കാണാത്തതിനാൽ തൻ്റെ ഉപാസനാമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിക്കുകയും ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ തൃപ്പാദം പാറയിൽ ചവിട്ടി ഒരു കുളവും നിറയെ വെള്ളവും കാണിക്കുകയും വെള്ളത്തിൻ്റെ പരിശുദ്ധിയിൽ സംശയം തോന്നിയ തൻ്റെ ഭക്തൻ്റെ ഇഷ്ടമനുസരിച്ച് ഭക്തദാസനായ ഭഗവാൻ കുളത്തിൽ ആവശ്യത്തിന് പ്രത്യേക തരത്തിലുള്ള മത്സ്യങ്ങളെയും കാണിച്ചു കൊടുത്തു. ഭഗവാന്റെ തൃപ്പാദം പതിഞ്ഞ അടയാളം ഇന്നും കുളത്തിനടിയിലുണ്ടെന്ന് പറയപ്പെടുന്നു. ശ്രീനാരായണനാൽ നിർമ്മിതമായ മീനും ആ കുളവുമുള്ള പ്രദേശം പിന്നീട് മീൻകുളം എന്ന പേരിൽ അറിയപ്പെട്ട് പ്രസിദ്ധമായത്രേ. ഭഗവത് സാന്നിധ്യമുണ്ടായിരുന്ന പാറപ്പുറത്ത് ശ്രീ വില്യമംഗലം സ്വാമിയാരാൽ പ്രതിഷ്ഠിതമായതും ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതുമായ ക്ഷേത്രമാണ് മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് വിശ്വാസം. ചോറ്റാനിക്കര ക്ഷേത്രവും മകംതൊഴിലും ഒക്കെ ആയിട്ട് വില്യമംഗലത്തിൻ്റെ ബന്ധത്തെ നോക്കാം. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടവിശേഷമാണ് കുംഭമാസത്തിലെ മകം നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസം നടക്കുന്ന മകംതൊഴ. ഈ ചടങ്ങ് തുടങ്ങാൻ കാരണമായൊരു കഥയുണ്ട്. ഇതേ കഥ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കുഭാഗത്ത് താഴ്ചയിൽ കാണപ്പെടുന്ന കീഴ്ക്കാവ് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിനും കാരണം. അതിങ്ങനെയാണ്. ഒരിക്കൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ മഹാത്മ്യം കേട്ടറിഞ്ഞ് വില്യമംഗലം സ്വാമിയാർ അവിടെ വരാനിടയായി. കുംഭമാസത്തിൽ മകം നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസമാണ് അദ്ദേഹം ചോറ്റാനിക്കരയിലെത്തിയത്. ക്ഷേത്ര ദർശനത്തിന് മുന്നോടിയായി അദ്ദേഹം ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ സമയത്ത് കാലിലെന്തോ തടയുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് അത് എടുത്തു നോക്കിയപ്പോൾ അതൊരു കാളി വിഗ്രഹമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തുടർന്ന് അദ്ദേഹവും ശിഷ്യഗണങ്ങളും കൂടി വിഗ്രഹം കുളത്തിൻ്റെ കിഴക്കേക്കരയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് കീഴ്ക്കാവ് ഭദ്രകാളി ക്ഷേത്രം പിറവിയെടുത്തത് എന്നാണ് ഐതിഹ്യം. ഐതിഹ്യമനുസരിച്ച് വില്യമംഗലം സ്വാമിയാർ കണ്ണപ്പൻ്റെ പുനർജന്മമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ കണ്ണപ്പൻ്റെ അനുചരന്മാരും മുജ്ജന്മത്തിലെ പുണ്യമാണത്രേ അവരെ അവിടെ എത്തിച്ചത്. തുടർന്ന് മേൽക്കാവിലേക്ക് നോക്കിയ സ്വാമിയാർ കണ്ടത് അത്ഭുതകരമായൊരു ദൃശ്യമാണ്. സാക്ഷാൽ മഹാലക്ഷ്മിയായ
ചോറ്റാനിക്കരയമ്മ ശ്രീനാരായണ സമേതനായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സ്വാമിയാർ ദേവീപാദത്തിങ്കൽ വീണ് നമസ്കരിച്ചു. ഈ സംഭവമുണ്ടായത് കുംഭമാസത്തിൽ മകം നാളിൽ ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് മിഥുനം ലഗ്നത്തിലാണ്. ഈ സമയത്താണ് ഇന്നും മകം തൊഴൽ ദർശനം നടത്തി വരുന്നത്. ആഗ്രഹ സാഫല്യത്തിനായുള്ള വഴിപാടായിട്ടാണ് ഭക്തർ മകം തൊഴൽ നടത്തുക. മകം തൊഴലിൻ്റെ പിറ്റേ ദിവസം വരുന്ന പൂരം തൊഴലും അവിടെ പ്രധാനമാണ്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയേശ ക്ഷേത്രവുമായിട്ടുള്ള ഐതിഹ്യം നോക്കാം. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയേശ ക്ഷേത്രത്തിലെ തൃക്കേട്ട പുറപ്പാടിനായി നടക്കുന്ന വൃശ്ചികോത്സവത്തിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാർ തൃപ്പൂണിത്തുറ ഉത്സവത്തിനെത്തിയപ്പോൾ ഉണ്ണികൃഷ്ണനെ ആനപ്പുറത്ത് ഓടിക്കളിക്കുന്നത് കണ്ടു അത്രേ. ഇതാണ് തൃക്കേട്ട പുറപ്പാടിൻ്റെ പ്രാധാന്യം. ആന എഴുന്നള്ളിപ്പാണ് പ്രധാന ആകർഷണീയത. 15 ആനകളെ അണിനിരത്താറുണ്ട് സാധാരണയായിട്ട്. തൃച്ചംബരം ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നോക്കാം. തൃച്ചംബരം ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന തിടമ്പ് നൃത്തത്തിൽ സ്വാമിമാർ പണ്ട് മുതലേ പങ്കെടുക്കാറുണ്ടായിരുന്നു. അതിനായി എത്തിച്ചേരുന്ന സ്വാമിമാർക്ക് താമസിക്കാനായിട്ട് രാജാവ് അനുവദിച്ചതത്രേ സ്ഥലവും കെട്ടിടവും. ഇടക്കാലത്ത് ഈ സമ്പ്രദായത്തിന് അല്പം കോട്ടം സംഭവിച്ചതുകൊണ്ടാകാം ആരും നോക്കാനില്ലാതെ കെട്ടിടങ്ങൾ നശിക്കാനിടയായി. അടുത്ത കാലത്തായി തിടമ്പ് നൃത്തത്തിൽ സ്വാമിയാർ പങ്കെടുക്കണമെന്ന നിർബന്ധമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ തെക്കേമഠം സ്വാമിയാർ എല്ലാ വർഷവും മുടങ്ങാതെ സന്നിഹിതരാവാറുണ്ട്. വില്ലുമംഗലം സ്വാമിയാർ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും കൂടെ നൃത്തം ചെയ്തതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് സ്വാമിയാർ തിടമ്പ് നൃത്തത്തിൽ പങ്കെടുക്കുന്നത്. തവനൂർ ശ്രീ വാസുദേവപുരം ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നോക്കാം. ഭാരതപ്പുഴയുടെ തെക്കേ തീരത്തുള്ള പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് തവാനൂർ ശ്രീ വാസുദേവപുരം ക്ഷേത്രം. വില്ലുമംഗലം സ്വാമിയാറാണ് ഈ വാസുദേവപുരം ക്ഷേത്രം പണികഴിപ്പിച്ചതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ വില്ലുമംഗലം സ്വാമിയാർ ആരാധിച്ചിരുന്നുവെന്ന് കരുതപ്പെടും. വാർദ്ധക്യകാലത്ത് പ്രാർത്ഥനയ്ക്കായി അമ്മയ്ക്കായി ഈ ക്ഷേത്രം നിർമ്മിച്ചിരുന്നു എന്നാണ് പറയുക. വില്ലുമംഗലം സ്വാമിയാറിൻ്റെ മൃതദേഹം കാണാതായതിനു ശേഷം സാധാരണക്കാരുടെ പ്രയോജനത്തിനായി ക്ഷേത്ര ആചാരപ്രകാരം ഒരു ക്ഷേത്രത്തിൽ ആ ദേവവിഗ്രഹം സ്ഥാപിച്ചു. ഇല്ലത്താര എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ക്ഷേത്രത്തിനടുത്താണ് കാണപ്പെടുന്നത്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ശ്രീ വില്ലുമംഗലം സ്വാമിയാരൻ്റെ സ്മരണയ്ക്കായി യതീശ്വര പൂജ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക പൂജ നടത്തുന്നുണ്ട്. ഈ കഥകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക്. വില്ലുമംഗലത്ത് സ്വാമിയാരുടെ അത്ഭുത കർമ്മങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ച കഥകളും വളരെയേറെയുണ്ട്. ഇവയെല്ലാം നടന്ന കാലങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു പുരുഷായുസ്സിൽ സംഭവിക്കാവുന്നവയല്ല ഇവയൊക്കെ എന്ന് മനസ്സിലാകും. ഒരു പക്ഷേ ഈ പേരിൽ ഒന്നിലധികം ആളുകളുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കുന്നതുമാകാം. ഏതുതന്നെയായാലും ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പല അമ്പലങ്ങളുടെയും ഉത്ഭവവുമായി അതിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് വില്ലുമംഗലത്തിൻ്റെ പേര് വളരെ പ്രസിദ്ധമാണ്. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.